നമുക്കറിയാം പീരീഡ്സ് ടൈമിൽ ഒരുപാട് ലേഡീസ് അനുഭവിക്കുന്നതാണ് സ്ട്രെസ്സും പെയിനും മെൻ്റലി ഫിസിക്കലി ഒരുപാട് ടയേർഡായിരിക്കുന്ന ഒരു ടൈമാണ് ആ ഒരു ടൈം. ആ ഒരു സമയത്ത് നമുക്ക് സ്പിരിച്വലി കണക്റ്റ് ആയിരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. സോ ഈ റമദാനിൽ ആ ഒരു സമയം കളയാതെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ടൈം വളരെ യൂസ്ഫുൾ ആക്കിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള എന്തൊക്കെ വഴികളാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഒന്നും ചെയ്യാതെ കുറച്ച് ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഒരുപാട് നോമ്പ് പോകുന്നു, നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നമ്മളിൽ ഉണ്ടാവാറുണ്ട്. ആക്ച്വലി നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പൂർണ്ണമാകുന്നത് അള്ളാഹുവിനോടുള്ള കടമകൾ ചെയ്യുന്നതിലൂടെയാണ്. നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒന്നാണ്. ഈ പീരീഡ്സിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ ആ സമയത്ത് നമുക്ക് മെൻ്റലി ഫിസിക്കലി നമ്മൾ വളരെയധികം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് എല്ലാവിധ ലേഡീസിനും അറിയാം. സോ ആ ഒരു സമയത്ത് നമുക്ക് നമസ്കരിക്കുവാനും കൂടെ പറ്റാതാകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ചില സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ സ്ട്രെസ് കൊണ്ട് അള്ളാഹുവിനോട് പരാതി പറയാറുണ്ട്, എന്തിനീ ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നത് എന്ന്. പക്ഷേ അങ്ങനെ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഒരു ഹൈർ കണ്ടുകൊണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇതിനൊരു പോസിറ്റീവ് വശം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തതിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അള്ളാഹു അതിനെ ഹറാമാക്കിയതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതാണ് നമുക്ക് ഹൈർ എന്നുള്ളത് വിശ്വസിക്കുക. മാത്രമല്ല, നമ്മോട് നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹു തന്നെയാണ് ആ ഒരു സമയത്ത് നിസ്കരിക്കണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ആ കാര്യം അനുസരിക്കുന്നതോടുകൂടെ നമുക്ക് ആ ഒരു കാര്യത്തിന് പ്രതിഫലമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഈ ഒരു സമയത്ത് നമുക്ക് നമസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും മാത്രമേ തടസ്സമുള്ളൂ. ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് നമസ്കരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ ടൈം നമുക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് ശ്രേഷ്ഠതയേറിയ ഒരുപാട് സ്വലാത്തുകളുണ്ട്, ദിക്റുകളുണ്ട്, അതൊക്കെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ദിക്റുകൾ ചൊല്ലുന്നതിലൂടെയും അള്ളാഹുവിലേക്ക് നമുക്ക് ഒരുപാട് അടുക്കാൻ കഴിയുന്നതാണ്. ആ ദിക്റുകൾ ചൊല്ലിയതിനുള്ള പൂർണ്ണമായ പ്രതിഫലവും അള്ളാഹു നൽകുന്നുണ്ട്. പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്നേ ഉള്ളൂ. പക്ഷേ കേൾക്കുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല. ഖുർആൻ പാരായണം കേൾക്കുന്നതിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഖുർആൻ പാരായണം കേൾക്കുന്നതിലൂടെ നമ്മുടെ മൈൻഡിനെ ഒരുപാട് റിലാക്സ് ആക്കാൻ കഴിയും. എന്തെങ്കിലും വിഷമങ്ങളോ സ്ട്രെസ്സോ മാനസിക ബുദ്ധിമുട്ടോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഖുർആൻ പാരായണം നിങ്ങൾ കുറച്ചു നേരം കേട്ടു നോക്കിയിരുന്ന നിങ്ങളുടെ മനസ്സിന് വളരെയധികം ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ്. അത് നമ്മൾ തന്നെ ഓതണം എന്നില്ല. വേറെ ആരെങ്കിലും ഓതി കേൾക്കുന്നതോ അല്ലെങ്കിൽ മൊബൈലിൽ വെച്ച് കേൾക്കുന്നതോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഖുർആൻ പാരായണം കേൾക്കുന്നത് കൂലിയും അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സ്വലാത്തുകൾ ചൊല്ലുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നമുക്കതിനുള്ള പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുന്നുമുണ്ട്. സ്വലാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തുകളിലൊന്നാണ് നാരിയ സ്വലാത്ത്, അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ. ഇതൊക്കെ അധികരിപ്പിക്കാം. സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് അതുപോലെ സ്വലാത്തു നാരിയ കൊണ്ടും ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. സോ നമ്മൾ നോർമൽ ഡേയ്സിൽ സ്വലാത്തുകളും ദിക്റുകളൊക്കെ ചെല്ലുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പീരീഡ്സ് ടൈമിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ റമദാൻ മാസത്തിൽ വെറുതെ സമയം കളയാണ്ട് ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക. അതുപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ദുആ ചെയ്യുക എന്നുള്ളത്. പീരീഡ്സ് ടൈമിൽ നമ്മൾ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ദുആക്ക് ഒരു കുറവും വരുത്തരുത്. അള്ളാഹുവിനോട് മാത്രമല്ല, ഈ റമദാൻ മാസത്തിലെ സമയങ്ങൾ വെറുതെ കളയാതെ, പീരീഡ്സ് ആണല്ലോ എന്ന് വിചാരിച്ച് പലരും വെറുതെ ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇബാദത്ത് കർമ്മങ്ങളിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ദിക്റും സലാത്തും ചെല്ലുന്നത് പോലെ നമുക്ക് ദുആ അള്ളാഹുവിനോട് എത്ര വേണമെങ്കിലും ദുആ ചെയ്യാം.
ആ സമയത്ത് ദുആ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല. അതുപോലെ തന്നെ ഈ ദുആ ചെയ്യുന്നതിലൂടെയും അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാം. നമുക്കറിയാം ഈ റമദാൻ മാസത്തിലാണ് നമുക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന മാസം. അതുപോലെ നമ്മൾ എന്ത് ദുആ ചെയ്താലും അള്ളാഹു അതിന് വേഗം ഉത്തരം നൽകുകയും നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ പ്രതിഫലം, നല്ല ഉത്തമമായ പ്രതിഫലം നൽകുന്നതും ഈ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് സ്ത്രീകളായ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നും, ഭയങ്കര സങ്കടം ഫീൽ ചെയ്യും. കാരണം ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ റമദാനിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇതിനെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കിയെടുക്കാം. ദിക്റുകളും സലാത്തുകൾ കൊണ്ടും ദുആ കൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. പിന്നെ എന്തിനു നമ്മൾ വിഷമിക്കണം? അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആക്ച്വലി പീരീഡ് സമയത്ത് നമ്മൾ നിസ്കരിക്കാതെയും അതുപോലെ മറ്റുള്ള ഇബാദത്തുകളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷനിൽ എവിടെയോ ഒരു ഗ്യാപ്പ് വന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. ഒരു സ്പിരിച്വൽ ഡിസ്കണക്ഷൻ സംഭവിക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരുപാട് പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക് സ്പീച്ച് നമ്മുടെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള സ്പീച്ചാണോ നിങ്ങൾക്ക് ആവശ്യം ആ തരത്തിലുള്ള ഇസ്ലാമിക് സ്പീച്ചസ് കേൾക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നമസ്കരിക്കാൻ പാടില്ലാത്ത ആ ഒരു സമയത്തും അള്ളാഹുമായി കണക്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ റമദാൻ മാസത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ടൈം നമ്മളിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ട്. പല സ്ത്രീകളുടെയും പരാതിയാണ്, നമുക്കൊരുപാട് പണിയുള്ളത് കൊണ്ട് റമദാൻ മാസത്തിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. പക്ഷേ ആ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കി മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുമ്പോൾ അവർ നോമ്പെടുത്ത അതേ കൂലി തന്നെയാണ് നമുക്കും കിട്ടുന്നത്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അള്ളാഹു ഒരുപാട് ബർക്കത്തും അള്ളാഹു ഒരുപാട് കൂലിയും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ വർക്കൊക്കെ കൂടുതൽ നല്ല പെട്ടെന്ന് സ്പീഡിൽ കഴിച്ച് നമ്മൾ കൂടുതൽ സമയം ഇബാദത്തിൽ ശ്രദ്ധ കൊടുക്കുക. പക്ഷേ അതിലുപരി നമ്മൾ കുക്കിങ്ങും എല്ലാം ചെയ്യുന്നതിലും നമുക്ക് പ്രതിഫലമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. സോ റമദാൻ മാസത്തിൽ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ അനേകം ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ വർദ്ധിപ്പിക്കുക. അനാവശ്യമായ സംസാരങ്ങളും അതുപോലെ അനാവശ്യമായ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങും ഒക്കെ നിർത്തിവെക്കുക. ഈ റമദാൻ മാസമാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസവും നമുക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്നതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന മാസമാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. അതിനനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അസ്താഗ്ഫിറുള്ള വർദ്ധിപ്പിക്കുക. നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുവാൻ അസ്താഗ്ഫിറുള്ള ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട സമയമാണ് റമദാൻ മാസം. സോ നമുക്ക് പീരീഡ്സ് ടൈമിൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അസ്താഗ്ഫിറുള്ള കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിസ്കരിക്കാനൊന്നുമില്ലാത്തപ്പോൾ നിസ്കരിക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ അസ്താഗ്ഫിറുള്ള ചെല്ലുക, ദിക്റുകൾ ചെല്ലുക, സ്വലാത്തുകൾ ചെല്ലുക. അങ്ങനെ ആ ഒരു ടൈം നമുക്ക് സ്പിരിച്വലി കണക്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റമദാൻ മാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റമദാൻ ഏറ്റവും യൂസ്ഫുൾ ആയ രീതിയിൽ ആക്കിയെടുക്കാൻ കഴിയും. അപ്പം എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.